തരുന്നുണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് സ്റ്റോണും ബേസും ജുംക ബേസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈൻ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ സൈഡും ഒന്ന് ലെവൽ ചെയ്തെടുക്കുക, എല്ലാ സ്റ്റോണും നന്നായി ഒട്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ മേൽവശവും കറക്റ്റ് ഒരേപോലെ ഉണ്ടാവണം, താഴ്വശവും അതേപോലെ ഒരേപോലെ നല്ല ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നിൽക്കണം. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ക്ലിപ്പ് ലെവൽ അല്ലാത്തത് കാരണം തന്നെ ചില സ്ഥലത്ത് ഇങ്ങനെ കുഴിഞ്ഞു പോകും, ചില സമയത്ത് പൊങ്ങി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഞാൻ ഒരു സ്റ്റോൺ വർക്ക് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ, ആ സ്റ്റോൺ ചെയിൻ കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് നമ്മൾ ഈ 8000 ഗ്ലൂ തന്നെയാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. ഗ്ലൂ ഗൺ യൂസ് ചെയ്യരുത് കേട്ടോ, വൃത്തികേടാവും. നമ്മൾ ട്രാൻസ്പെറന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്ലൂ ഒട്ടിച്ചു നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഈ 8000 ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഗമ്മിന്റെ ആ ഒരു വിസിബിലിറ്റി ഉണ്ടാവില്ല. നല്ല നീറ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലിപ്പ് ഇരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ ഒക്കെ വെച്ച് ഗ്ലൂ ഗൺ ഫെവിബോണ്ട് ഒട്ട് യൂസ് ചെയ്തു കേട്ടോ. ഫെവിബോണ്ട് അതുപോലെ തന്നെ ഒരു യെല്ലോയിഷ് കളർ ഉണ്ടാവും. അതന്നെ ഫെവിബോണ്ട് ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത്. അതൊക്കെ വിസിബിൾ ആയിട്ടുള്ള ഗമ്മാണ്. ഇതാകുമ്പോൾ ട്രാൻസ്പെറന്റ് ആണ്, വിസിബിളും അല്ല. ട്രാൻസ്പെറന്റ് അല്ല, ഫെവിബോണ്ട് ട്രാൻസ്പെറന്റ് അല്ല, അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഞാൻ ഒരു ലെയർ വെച്ചിട്ട് നന്നായിട്ട്